നസീർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ. അതായത് നമുക്ക് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന നമ്മൾ ബദ്രി സിൽക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ വിചിത്ര സിൽക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു മെറ്റീരിയലാണ്. നമുക്ക് നെക്കിലും ഷോളിലും സ്ലീവിലും ഹെവി ആയിട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നെക്കിലൊക്കെ നല്ല ഭംഗിയിൽ ഇതിൻ്റെ വർക്ക് വരുന്നുണ്ട്. ആൻറ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്ലീവിൽ നോക്കിയേ, സ്ലീവിലും നന്നായിട്ട്. പിന്നെ ഇത് നമ്മളൊരു പാകിസ്ഥാനി സ്യൂട്ട് പോലെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് എന്താ സ്ലീവിലും കുറച്ച് സ്ലീവ് ഇങ്ങനെ ലൂസായിട്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ടെങ്കിൽ നല്ല ഇഷ്ടങ്ങൾ ഷേപ്പ് കണ്ടോ, നല്ല ഷേപ്പിൽ നല്ല സ്ലീവ് കുറച്ച് ലൂസായിട്ട് ആ ഒരു ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ 1 ലെയർ ഇട്ടിടാനായാലും ഏത് ടൈപ്പിലിട്ടാലും നല്ല ഭംഗിയുണ്ട്. കാരണം സ്ലീവിൽ നന്നായിട്ട് വർക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും മാറിയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് മുമ്പത്തെ ആ ഒരു ഷോപ്പിലെടുക്കുന്ന അത്രയും ഭംഗി തോന്നുന്നില്ല. ശരിക്കും ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര രസമായിട്ടുണ്ട്. അതായത് ഇതൊരു നല്ല മെറൂൺ, നല്ല ഡാർക്ക്, നമ്മൾ കരിക്കച്ചൊമ്പ് എന്ന് പറയില്ലേ, ആ ഒരു മെറൂണിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാൻ കണ്ടു. വർക്ക് നല്ല ഹെവി ആയിട്ട് കട്ട് ബീഡിൻ്റെ ഭയങ്കര പെർഫെക്ഷൻ ആണ് കേട്ടോ ഈ ഒരു വർക്കിന്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ 1 ലെയർ ഇട്ടാലും നമുക്ക് നെക്കിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഷോളിൽ നമ്മളെങ്ങനെയാണെങ്കിൽ സ്കാലപ്പ് ചെയ്തിട്ടല്ല, ആ സ്കാലപ്പ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതായത് സ്കാലപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കല്ല, ഈ ഒരു ഡിസൈനായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 1 ലെയറിൽ നമ്മൾ സ്കാലപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ സെറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ബോട്ടം ടോപ്പ് അങ്ങനെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഫുൾ സെറ്റായിട്ട് നമുക്ക് എല്ലാ സൈസിലും വരുന്നുണ്ട്, മീഡിയം ടു XXL. പിന്നെ നിങ്ങൾക്ക് XXL, പിന്നെ XXL, 4XL, 5XL വേണമെങ്കിലും ഓർഡർ ആക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരുവിധം പെൻഡിങ് ഒക്കെ തീർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമുക്കിപ്പോൾ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല. കുറേ നാളുണ്ടായിരുന്നു, നമ്മൾ പറയാറുണ്ട് കംപ്ലൈൻറ്റ്സ് ഉണ്ട്, ഡിലേ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഡിലേ കുറവാണ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്കും ഇപ്പോൾ വേഗം കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളൊരു ഹോൾസെയിലായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം റീറ്റെയിൽ കസ്റ്റമേഴ്സിനൊന്നും കൂടെ വേഗം കിട്ടും നമ്മുടെ ഓൺലൈനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഷോപ്പ് സെറ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ പഴയ ഷോപ്പ് വിട്ടിട്ട് പുതിയ ഷോപ്പായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല, ഓൺലൈനായിട്ടാണ് മെയിൻ. ഉടനെ തന്നെ നമ്മൾ ഒരു എന്താ ഓഫ്ലൈനായിട്ട് നമുക്ക് റീറ്റെയിൽ കസ്റ്റമേഴ്സിന് എടുക്കാനുള്ളത് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത്. അടിപൊളി 4 ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ വെയർ ചെയ്തത് നല്ല ഡാർക്ക് എന്താ മെറൂൺ, നല്ല കരിക്കിച്ചൊമ്പ് എന്ന് പറയില്ലേ. പിന്നെ ഈ ബദ്രി സിൽക്ക് ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽ തന്നെ ഒരു സിൽക്കി മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു റിച്ച്നെസ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഇതിന് തോന്നും. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഗ്രീനിലാണ് വരുന്നത്, അതായത് ഒലീവ് ഗ്രീനിലാണ് വരുന്നത്. നമ്മളെന്താ ഒരു പിക്കിൾ ഗ്രീൻ എന്നൊക്കെ പറയും, ആ ഒരു ടൈപ്പിലുള്ള ഒരു ഗ്രീനാണ്. നല്ല ഭംഗിയുള്ള ഗ്രീനാണ്. സ്ലീവിൽ ഇതാ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് എനിക്ക് ഇവിടെ ലൈറ്റിങ് കുറച്ച് കുറവായതുകൊണ്ട് അത്രയും അറിയണില്ല. നല്ല ഭംഗിയുണ്ട് ഈ ഒരു പാറ്റേൺ കാണാനായിട്ട്. നെക്കിലും സെയിം ഡിസൈൻ നല്ല രീതിയിൽ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോളിൽ ഞാൻ കാണിച്ചു തന്നല്ലോ, ഈ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈനാണ്. ഷോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വന്നേക്കല്ല, സ്കാലപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ സ്കാലപ്പ് വർക്ക് പോലെ തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ്. നമുക്ക് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അടിപൊളി ഗോൾഡൻ യെല്ലോ കേട്ടോ. കുറേ നാളായിട്ട് ഈ ഗോൾഡൻ യെല്ലോ വന്നിട്ട് നിങ്ങൾക്ക് ഹൽദിക്കും ഒക്കെ യൂസ് ചെയ്യാം. അടിപൊളി ഒരു ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു പാകിസ്ഥാനി മോഡലാണിത്. ഞാൻ ഫോട്ടോ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി, ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, 1899 രൂപയാണ് നമ്മുടെ റീറ്റെയിൽ പ്രൈസ് വരുന്നത്. ഹോൾസെയിൽ വേണ്ടവർക്ക് നമ്മുടെ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. റീറ്റെയിൽ വേണ്ടവർ എന്താ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യണം കേട്ടോ. ഇനി പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഹോൾസെയിലിൻ്റെ നമ്പർ കൊടുത്താൽ തന്നെ, അതായത് നമ്മുടെ പണ്ടത്തെ ആ ഒരു നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. ചിലപ്പോൾ ഡിലേ വരും. ഡീലേ വരുന്നത് കൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റ് ആക്കണേ. നല്ല ഗോൾഡൻ യെല്ലോ അടിപൊളി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണേക്കാട്ടും ഇത് പുറത്തൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ബോട്ടം വരുന്നുണ്ട്, ബോട്ടം നല്ല മെഷർമെൻ്റ് ആണ്. ഇതിൽ ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ അവർ. ഞങ്ങളിത് സാമ്പിൾ ചെയ്തപ്പോൾ ഇതിൽ ലൈനിങ് ചെയ്തിട്ടില്ല, പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ടോപ്പിലും ബോട്ടത്തിലും ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരിക.
കാരണം ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല വിചാരിച്ചു. പക്ഷെ ലൈനിങ് ഇട്ടിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വലിയ ട്രാൻസ്പെറൻ്റ് അല്ല, എന്നാലും ബോട്ടം എല്ലാവർക്കും കുറച്ച് കംഫർട്ട് വരണമെങ്കിൽ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാണ്ട് ഇരിക്കണം. ഇത് അത്ര ട്രാൻസ്പെറൻ്റ് അല്ല ശരിക്കും. അപ്പോൾ ആ ഷോൾ ഞാൻ കാണിച്ചു തന്നല്ലോ, വൺ സൈഡാണ് സ്കാലപ്പ്. നമുക്ക് എല്ലാം വർക്ക് വേണം, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണം. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് 2000 ഉള്ളിലല്ലേ കിട്ടുന്നത്. അപ്പോൾ എന്താ നല്ല വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്കണം. ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമുക്ക് ഒനിയൻ പിങ്കിലൊക്കെ വരുമല്ലോ, ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. പേസ്റ്റൽ ഷെയ്ഡാണ്. അപ്പോൾ എല്ലാ ഷെയ്ഡും ഉണ്ട്. നല്ല മെറൂൺ വരുന്നുണ്ട്, ഗോൾഡൻ യെല്ലോ ഉണ്ട്, ഗ്രീൻ ഒളിവ് ഗ്രീനിലെ ടൈപ്പിൽ വരുന്നുണ്ട്. പിന്നെ അതേ നല്ലൊരു എന്ത് ഭംഗിയാന്ന് നോക്കി ഈ കളറ്. ഞാൻ ഫോട്ടോ കൊടുക്കാം. നല്ല അടിപൊളി പേസ്റ്റൽ ഷെയ്ഡിൽ നമ്മൾ ഒനിയൻ പിങ്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പിലോട്ട് വരുന്നതാണ്. ലെങ്ത് എല്ലാത്തിനും 47 to 48 ആ ഒരു ലെങ്ത്തിലാണ് വരുന്നത്. നമുക്ക് ലെങ്ത്തിലൊന്നും ഒരു കുറവില്ല. ശരിയാണ്, ലെങ്ത് ഒക്കെ കുറയുമ്പോഴാണ് നമുക്ക് റേറ്റ് കുറച്ച് കുറവിൽ കൊടുക്കാൻ പറ്റുക. എന്നാലും നമ്മൾ മാർജിൻ കുറച്ച് എല്ലാവർക്കും നല്ല ലെങ്ത് നല്ല മെഷർമെൻറ്റിലാണ് പ്രൊഡക്റ്റ് കൊടുക്കണേ. ഇപ്പം നല്ല റിവ്യൂസ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാ നോക്കി കഴിഞ്ഞാൽ അറിയാം, അതിൽ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ നമ്മൾ റിവ്യൂസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു 4 കളറിൽ ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഹോൾസെയിലും റീറ്റെയിലും വരുന്നുണ്ട്. ഹോൾസെയിൽ വേണ്ടവർക്ക് നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റീറ്റെയിൽ വേണ്ടവർക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വാട്സപ്പ് തന്നെ ചെയ്യാം കേട്ടോ. മാക്സിമം വെബ്സൈറ്റ് ത്രൂ ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആവും. ഇതിനായിട്ട് ഇങ്ങനെ റിപ്ലൈ നോക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവില്ല. നമുക്ക് വീഡിയോ കണ്ട ഉടനെ പർച്ചേസ് ചെയ്യാമല്ലോ, ഓർഡർ ആക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് www.larosa.com എന്ന് അടിച്ചു കൊടുക്കണം. നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ. ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക. ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് 3 ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ലോഗിൻ ചെയ്താലും മതിയാവും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ID, അതിന് നമുക്കിഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം. ആ പാസ്വേഡൊക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സെൻറ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് വരിക. നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിൽ യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കണം, ഇമെയിൽ അടിച്ചു കൊടുക്കണം. ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ID കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം. അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മോഡലിൽ തന്നെ 3 കളേഴ്സ്, ഇപ്പോൾ 4 കളേഴ്സൊക്കെയാണ് വരണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ വരും. സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ 4 ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല.
സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ് കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീഡ് ടു ചെക്കൗട്ട് കാണാം. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിംഗ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം. ഇപ്പോൾ ബില്ലിംഗ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാവണമെന്നില്ല കേട്ടോ. കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ. ഇതിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ജില്ല കൊടുക്കണം, അതുപോലെ തന്നെ പിൻകോഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ. ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ അഡ്രസ്സ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മളെത്തും. ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ, ഫോൺ പേ ഒക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം. ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ. ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല. മുന്നേ പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക. ഇതിൽ നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും.